ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹിക്കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. നമ്മുടെ ചിക്കൻ സ്റ്റൂ തയ്യാറാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ ചിക്കൻ, ഒരു വലിയ സവാള, ഒരു 3 പൊട്ടറ്റോ, 3 ക്യാരറ്റ്, ആവശ്യത്തിന് യൂസ് ചെയ്യാൻ കറിവേപ്പില, മല്ലിയില, ഗ്രീൻ ചില്ലി, ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ഗാർലിക്ക്, ജിഞ്ചർ, ആവശ്യത്തിന് യൂസ് ചെയ്യാൻ ഉപ്പ്, പെപ്പർ പൗഡർ. ഈ സ്പൈസസ്: ഏലയ്ക്ക, ഗ്രാമ്പു, പട്ട, വലിയ ജീരകം. നമ്മളിത് കോക്കനട്ട് ഓയിലാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചിക്കൻ സ്റ്റൂവിലേക്ക് ചേർക്കാനായിട്ട് 1 മുറി തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തതാണ്. 2ാം പാൽ, 1ാം പാൽ, ഇതും കൂടി നമുക്ക് വേണം. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ സ്പൈസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. സ്പൈസസ് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി ഒരു 15 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഫൈനലി നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ക്യാരറ്റും പൊട്ടറ്റോയും കുക്കറിൽ വേവിക്കാതെ ഇതുപോലെ ചിക്കൻ്റെ ഒപ്പം തന്നെ ഇട്ട്
ഒരു പാനിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് വളരെയധികം ടേസ്റ്റ് കിട്ടും. അക്കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇവിടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പവും അപ്പത്തിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.